ഹലോ. ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ, ഒരു മൈൻഡിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്ന സംഭവമാണ്, പറയണമെന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോൾ ഒരു ഫിലിം കണ്ടിരുന്നു, വായ. കുറേ ഐഫോണിലിരിക്കണം, അപ്പോൾ കാണാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ആയിരുന്നപ്പോൾ പ്ലേ ചെയ്യാതെ വെച്ചു. അപ്പോൾ അതിലുള്ള ഫസ്റ്റത്തെ ഒരു കുറച്ച് സീൻസ് ഉണ്ടല്ലോ, അവർ കുട്ടികളായിരിക്കുമ്പോൾ ഫസ്റ്റ് ഡേ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പാരൻസിന് കാണിച്ചു കൊടുക്കണം മറ്റേ ചിത്രം വരച്ചവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പാരൻസ് പറയണ ചിത്രം വരും ഇതൊക്കെ ഉള്ളോ, പഠനമൊന്നുമില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള അല്ലേ. അപ്പോൾ കേട്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, ഡൗട്ടല്ല, കുറേ കാലമായിട്ട് ഇങ്ങനെ മൈൻഡിലുള്ളൊരു സാധനം, നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരളത്തിലെ 100% സാക്ഷരത ഒക്കെയാണ്. അത്യാവശ്യം ഒരു ആൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ നമ്മൾ കേരളത്തിൽ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ടല്ലേ. ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായിട്ട് ഇങ്ങനെ സമൂഹത്തിലിങ്ങനെ ഒഴുകിപ്പോകാനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ശരിയാണ്. അതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഒരു വ്യക്തിനെ, നമ്മളെ സിസ്റ്റം സിലബസ് അത്ര അടിപൊളിയാണോ? അങ്ങനെ അത്ര അടിപൊളിയാണെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന LP-യിലുണ്ടായിരുന്ന ബാച്ചിൽ ഒരു നോർമലി ഒരു സ്കൂളിൽ 5-6 സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലേ. അതിൽ എത്ര കുട്ടികൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം, പൈലറ്റ്, ഡോക്ടർ, സച്ചിന്, റൊണാൾഡോ, യേശുദാസ്, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോയ കഴിവുള്ള എത്ര കുട്ടികളുണ്ടായിരുന്നില്ലേ? അതിലെത്ര പേരുണ്ട് ഒരു ഈ സിലബസ് സിസ്റ്റത്തിൽ നിന്ന് 10, 12, 14, 15, 16 കൊല്ലമൊക്കെ പഠിച്ചിട്ട് നല്ലൊരു അന്നുണ്ടായിരുന്ന ആ ത്രെഡിലെത്തിയ എത്ര ആൾക്കാരുണ്ട്? സിസ്റ്റം സഹായിച്ചിട്ടെത്തിയൊരു അല്ലേ, വളരെ വളരെ കുറവാണ്. 5% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഇൻജക്റ്റ് ചെയ്യണ പോലെ ആയിരുന്നു. മാത്സ്, സയൻസ്, ലാംഗ്വേജസ്, കുറച്ച് വിഷയങ്ങളിൽ എല്ലാവരും ഒരേ മാർക്ക് മേടിക്കണം, എല്ലാ സ്റ്റുഡൻസും ഒരേപോലെ ആയിരിക്കണം, എല്ലാവർക്കും ഒരേ എക്സാം, എല്ലാവർക്കും ഒരേ ഇത്, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തുകൊണ്ടോ ചിലപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടാവുള്ളായിരിക്കും. സിസ്റ്റം ചേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. ഏതൊരു കുട്ടിക്കായാലും വ്യക്തിക്കായാലും ഒരു കഴിവുണ്ടാവും, എന്തെങ്കിലും ഒരു ത്രെഡ് വണ്ടിയിലുണ്ടാവും. കണക്കിൽ വട്ടപ്പൂജ്യം മേടിക്കണവനായാലും എങ്ങനെ ഉള്ളവനായാലും അവനൊരു ത്രെഡ് ഉണ്ടാവും. പക്ഷെ തിരിച്ചറിയേണ്ടത് ഒരു LP സ്കൂള് കാലഘട്ടത്തിലാണ്. ആ ടൈമിൽ പൂജയൊക്കെ മേടിക്കണം പൊട്ടാനാണ് ക്ലാസ്സിൽ അല്ലേ. മാർക്ക് പഠിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും എല്ലാത്തിലും അവസരങ്ങളും ഓരോ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ടീച്ചർമാർ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഉഴപ്പിപ്പോണവരെല്ലാവരും താഴ്ഞ്ഞ് അവസാനം ഒരു വൈക്കാവും. പക്ഷെങ്കിൽ ഒരിടത്തുണ്ടാവുന്ന ഒരു കഴിവ് അതാരും തിരിച്ചറിയും ചെയ്തില്ല. അവരാണെങ്കിൽ ആ പ്രായത്തിൽ അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അത് മര്യാദക്കൊന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഒരു സിസ്റ്റം സിലബസ് ഞങ്ങളുടെ നാട്ടിലോട്ട് ഉണ്ടായതുമില്ല. ശരിക്കും പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ചെറുപ്പത്തിൽ ആവാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ആവാൻ പറ്റുക. അത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ട് ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എടുത്തിട്ട് വലിയ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ഒരു സ്കില്ലുണ്ടായിരുന്നില്ല, അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അവസരം, സാധ്യത നിങ്ങളെ സിസ്റ്റം തന്നോ, അല്ലെങ്കിൽ നിങ്ങളെ സിലബസ് തന്നിയതോ? സത്യം എന്തായിട്ട് വരാം, എത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് വ്യക്തികളുണ്ട് നമ്മളെ കൂട്ടത്തിലൊക്കെ, നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നല്ല കഴിവുള്ള
പ്രഭാഷണം ചെയ്യാനും അങ്ങനത്തെ പല പല മേഖലകളിൽ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും പിന്നീട് ഒന്നുമില്ല, അവർക്ക് എന്തോ ആയിപ്പോയി. എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ചിലർ അടിപൊളി ജീവിക്കുന്നുണ്ട്, ചിലർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും കെട്ടിഘോഷിക്കുന്ന ആ ഒരു വലിയ സെറ്റപ്പ് സിസ്റ്റം. ഇതാണ് നമ്മളെ സിലബസ് വലിയ സംഭവം എന്നൊക്കെ പറയുന്നതിനുള്ള റിസൾട്ട് വളരെ ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല, മറ്റുള്ളിടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്, അങ്ങനെ ഞാൻ പറയാം. പക്ഷെ എന്നാലും നമുക്ക് ലോകത്തിന് മുന്നിൽ നോക്കുമ്പോൾ അത്ര ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഒരു എന്താ പറയുക, ഒരു LP സ്റ്റേജിൽ നിന്ന് ഒരു കുട്ടീൻ്റെ അഭിരുചിയും കഴിവും മനസ്സിലാക്കി അത് ആ കുട്ടീനെ ബോധ്യപ്പെടുത്തി അതിന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു സിലബസ് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് പഠിക്കേണ്ട മാത്തമാറ്റിക്സും സയൻസും ലാംഗ്വേജും അതിൻ്റെയൊക്കെ പുറമെ ഈ ഒരു കഴിവുള്ള ആ ഒരു വിഷയത്തിലൊരു എക്സ്ട്രാ ബൂസ്റ്റ് കൊടുത്തിട്ട് അവന് ഒരു +2 12 വർഷത്തൊക്കെ പഠനം പൂർത്തിയാക്കുമ്പോഴത്തേന് ആ ഒരു വിഷയത്തിൽ ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ മാറൂലേ. ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് മേഖലയിൽ കൊണ്ടിട്ടാലും അവന് ഭയങ്കര കോൺഫിഡൻ്റലായിട്ട് ആ ഒരു മേഖലയിൽ അവൻ്റെ കഴിവ്, അവൻ്റെ ആ ഒരു പാഷൻ വെച്ചിട്ട് അവനക്ക് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ജീവിച്ചൂടെ. അങ്ങനെയല്ല എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. അങ്ങനെയാണെന്ന് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടും നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സിസ്റ്റത്തിൻ്റെ അടിയിലായിപ്പോയി അല്ലേ. ഉണ്ടായിരുന്ന കഴിവൊന്നും ആരും തിരിച്ചറിഞ്ഞില്ല, അതൊന്നും ആരും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചുമില്ല. പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ അത്ര റിസ്ക് എടുത്തിട്ടും പിന്നെ നല്ല രീതിയിൽ പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആയവരുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഇത്രയും കോടിക്കണക്കിന് ലോകത്ത് ജനങ്ങളുള്ളിടത്ത് നമ്മളെ കേരളത്തിൽ എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ളവരാകുമ്പോൾ നമ്മുടെ നാടിനല്ലേ ബെറ്റർ. നമ്മുടെ നാട്ടിലെല്ലാവരും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള അഗ്രഗണ്യന്മാരായി മാറുമ്പോൾ നമ്മുടെ നാട്ടിനുള്ള റിസൾട്ട് ഉണ്ടാവുക. എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൂടാ? ബാക്കിയുള്ളവരെന്തോ ചെയ്യട്ടെ, നമ്മളെ ഒരു സിസ്റ്റം അങ്ങനെ ആക്കിക്കൂടായിരുന്നു, അല്ലെങ്കിൽ ഇനി അങ്ങനെ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തോട്ടെ. സംഭവം ഇപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മളൊരു എന്താ പറയുക, നമുക്ക് തോന്നിയ കാര്യങ്ങളാണ്. നമ്മളെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചതിലൊരു 90%, 95% ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കറിയില്ല ആരെങ്കിലുമൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഡ്രീമിൽ സെറ്റപ്പായി പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല. 1-2 ആൾക്കാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവരിങ്ങനെ ആയി എന്നൊക്കെ. പക്ഷെ പിന്നീട് അതൊന്നും കണ്ടില്ല. പക്ഷെ എന്തായാലും ആയിട്ടുണ്ടാവും. 100-200 കുട്ടികളുടെ ഇടയിൽ നിന്ന് 1-2 പേരാണ് ആ ഒരു രീതിയിലൊക്കെ ആയത്. പിന്നുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു. അതിലും മെജോറിറ്റി 90% ആളുകളും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെയധികം സങ്കടം. ഇത്രയും വലിയ ഹെവി സിസ്റ്റം ഉണ്ടായിട്ട് അല്ലേ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എത്രയോ കഴിവുള്ളവർ നമ്മളെ മുന്നിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങളിലും. പക്ഷെ അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ട് പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനടക്കം വരുന്ന നമ്മളെ ഫ്രണ്ട്സിലൊക്കെ എന്തെങ്കിലും ഒരു കഴിവിൽ അടിപൊളിയായിരിക്കും, പക്ഷെ അവനക്ക് പഠിക്കാനുള്ളൊരു വലിയൊരു കഴിവുണ്ടായിട്ടുണ്ടാവില്ല. അത് കാരണം അവന് എല്ലാത്തിലും മാറ്റി നിർത്തപ്പെടും. ടീച്ചർമാരുടെ ഇടയിലൊക്കെ എപ്പോഴും ഒരു മോശം, അവനെപ്പോഴൊന്നും ആവാത്തൊരു, അവനൊരു പ്രതീക്ഷയില്ലാത്ത പോലെ ആയിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ നമ്മളോട് ആരെങ്കിലുമൊക്കെ ആറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള ആൾക്കാരൊക്കെ തളർന്നു പോകുള്ളൂ. അല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അതിനെതിരെ, ആ ഇൻസൾട്ടിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് തൻ്റെ ഒരു അഡ്രസ്സ് ഭാവിയിൽ ഈ ടീച്ചർമാരുടെ മുന്നിൽ കാണിക്കണം എന്നുള്ള അല്ലേ, നമ്മളെ CR7 ചിന്തിച്ച പോലെയുള്ള. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പോൾ കഴിവുണ്ടായിട്ടൊന്നും അല്ലാതെ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അവരെങ്കിലുമൊക്കെ ഒന്ന് പറയും, നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. ഞാൻ പുതിയൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്, വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം എനിക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, എല്ലാവരും അടിപൊളിയായി ഹാപ്പി ആയിട്ട്
ഇരിക്കുക. എല്ലാവരും സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ മാറട്ടെ. എല്ലാവർക്കും നല്ലൊരു ജീവിതം, സക്സസ്ഫുൾ ജീവിതം, ആഗ്രഹിക്കുന്ന ജീവിതം, സമാധാനമുള്ള ജീവിതം ഉണ്ടാവട്ടെ.